പ്രിയ സുഹൃത്തുക്കളെ, മാറി മാറി വരുന്ന സർക്കാരുകളോട് ഒരു അപേക്ഷയുണ്ട്. അതും പ്രധാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട്. കാലങ്ങൾ മാറി മാറി മറിഞ്ഞു വരുമ്പോൾ കാലം തന്നെ തെളിയിക്കുന്ന ചില സത്യങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഈ വയനാട് മഹാദുരന്തത്തിൽ കയ്യും മെയ്യും മറന്ന്, സ്വന്തം ജീവൻ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിയ ദിനരാത്രങ്ങളുണ്ട്. ഒരു സമയത്തൊക്കെ നിങ്ങൾ കാപ്പ ചുമത്തുന്ന പോലെ മുദ്ര കുത്തി തെറ്റുകാരനെന്ന് കണ്ടെത്തിയ വാഹനപ്രേമികൾ അല്ലെങ്കിൽ വണ്ടിപ്രേമികളായ കുറച്ച് ആളുകളുടെ പ്രയത്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മോഡിഫൈ വണ്ടികൾക്ക് ലക്ഷങ്ങൾ പിഴ ചുമത്തുമ്പോഴും അതേ മോഡിഫൈഡ് വണ്ടികളെ കൊണ്ട് ജീവനുകൾ രക്ഷിച്ച ഒരു കൂട്ടം സഹോദരന്മാർ. എന്നാണ് നമ്മളെ നിയമങ്ങൾ മാറി മറിയാം. കാരണം നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഉള്ള ഒരു ക്ലബിലെ വാഹനമാണ്. ഇത്തരം വാഹനങ്ങളാണ് മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനത്തിനായി പോലീസിനെയും നാട്ടുകാരെയും സന്നദ്ധ സംഘടനകൾ എല്ലാവരും തന്നെ സഹായിക്കാനായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ വാഹനം ഓഫ് റോഡ് വെഹിക്കിൾസ് ആണ്. ഇതിന്റെ ടയറെല്ലാം തന്നെ കാണാം. വലിയ ഏത് ചളിയും ഏത് മലയും കയറാൻ പറ്റുന്ന തരത്തിലുള്ള ടയറുകളുള്ള വാഹനമാണ് ഇത്. മറ്റു വാഹനങ്ങളെ കെട്ടിവലിക്കാൻ ഇന്ന് അവിടെ ഒരു സ്ഥലത്ത് ചെറിയ വിഷയം ഉണ്ടാകുന്നുണ്ട്. കുറച്ച് വണ്ടികൾ അങ്ങോട്ട് പോയി. ഇവിടെ 3 വണ്ടികളാണ് അവിടെ ഉള്ളത് നിലവിൽ. അപ്പോൾ ഇതിൽ എന്നു വെച്ചാൽ ഞങ്ങൾ മറ്റുള്ള വണ്ടികൾ ഡോക്ടറൈസിന് ഇന്ത്യയിട്ട് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ അതേമാതിരി ഡോക്ടർമാർ തിരിച്ചു പോയി. മറ്റേ മിംസിൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുണ്ടായി. ഇപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നലെ വിഞ്ഞാതൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അവിടെ മോൾക്കിൽ വേണ്ട സാധനങ്ങൾ എത്ര വണ്ടി? ഞങ്ങൾ 161 വണ്ടി. 160 ഇവിടെ വന്നിട്ടുണ്ട്. അല്ല, ഇവിടെ നിലവിൽ ഇപ്പോൾ 10 വണ്ടിയുണ്ട്. 10 വണ്ടിയുണ്ട്. ഈ വണ്ടികളൊക്കെ ഈ 161 വണ്ടികളിൽ നിന്ന് 10 വണ്ടികൾ അവിടെ എത്തിയിട്ട് ഇത്രമാത്രം കാണിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ 160 വണ്ടികളും കേരളത്തിന് ദുരന്തമുഖത്ത് വന്നാൽ ഒരു ഫയർഫോഴ്സിനും ഒരു സേനക്കും കഴിയാത്ത പലതും സാധിക്കുന്നതാണ്. നിങ്ങൾ കണ്ണ് തുറന്ന് നിയമങ്ങളുടെ വഴിയിൽ തന്നെ ഇതിൻ്റെ അപ്രൂവലും കാര്യങ്ങളും നൽകി ഇതിനെ ഒരു കൂട്ടായ്മ നയിക്കുന്നുണ്ട്. ഇതിനുള്ള എല്ലാ സപ്പോർട്ടും ശരിക്കും ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. പ്രളയം വരുമ്പോഴും മറ്റു വരുമ്പോഴൊക്കെ ഇവരൊക്കെ രാജാക്കന്മാരും, റോട്ടിലേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിൽ ഇവരൊക്കെ മുദ്ര കുത്തിയ ഗുണ്ടകൾ എന്ന പോലെയാണ് സർക്കാരുകളിൽ നിന്നുള്ള പെരുമാറ്റങ്ങൾ. പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി, താങ്കൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളാണ് ചെറിയൊരു ഭാഗം ഇവിടെ തുറന്നു കാണിച്ചത്. താങ്കൾ ചാനലൊന്ന് തുറന്നു കഴിഞ്ഞാൽ കാണാം ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സറിഞ്ഞുള്ള പ്രയത്നങ്ങളും ഒന്നും ശ്രദ്ധിക്കാതെ സ്വന്തം വാഹനത്തിൻ്റെ കേടുപാടുകൾ സംഭവിക്കുമെന്ന് പോലും നോക്കാതെ ഇത്തരത്തിലുള്ള ദുരന്ത പ്രവർത്തനങ്ങൾക്ക് വണ്ടി നൽകിയ അവർക്കായിരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട്. ഇതൊക്കെ നിങ്ങൾ സർക്കാരുകൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ വീടുകൾക്കും ഇതേപോലെ സംഭവിച്ചാൽ കയറി വരാനുള്ളത് ഇത്തരത്തിലുള്ള ആളുകളാണ്.